ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ SFI നേതാക്കളുമായി സംസാരിക്കുകയാണ്. ഈ പ്രതിഷേധം ഗവർണർ കടന്നു വരുന്ന വഴിയിൽ ഗവർണറെ തടയുന്ന തരത്തിലേക്ക് ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നത് പോലീസിന് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ SFI പ്രവർത്തകരുമായി പോലീസ് സംസാരിക്കുകയാണ്. റിനു, ഈ ഗവർണറെ കടത്തിവിടുന്നതിനുള്ള ഒരു വഴിയൊരുക്കുക, അതാണോ ഈ ചർച്ച? ഗൂഗിൾ എന്തായാലും ഈ സർവകലാശാല രജിസ്ട്രുമായി ഗവർണർ സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചു. എന്തായാലും സെനറ്റ് യോഗം ചേർന്ന് ഈ പരിപാടി ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പ്രവർത്തകരിൽ നിന്നും പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പരിപാടി റദ്ദു ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിരിഞ്ഞു പോകുന്ന ആവശ്യമാണ്. സെക്രട്ടറി അടക്കമുള്ളവരാണല്ലോ ഈ സംസാരിക്കുന്നത്. അവരെന്താണ് പറയുന്നതെന്നുകൂടി കേൾക്കാം. അതാ പറയുന്നത്, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞങ്ങളുടെ എവിടെ നിൽക്കുകയാണ്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടത്തുന്ന ശ്രീപത്മനാഭ സേവാ സമിതിയുടെ ഇപ്പോൾ സംവിധാനം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഉചിതമായ കാര്യം ചെയ്യും. രജിസ്ട്രാർക്ക് ആവശ്യമായ ഒന്ന് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഈ കോമ്പൗണ്ട് സെക്കുലറായ, ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ മൂല്യങ്ങൾ മാത്രമേ സംരക്ഷിക്കാനും പരിപാലിക്കാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും ഒരു പ്രതീകങ്ങളും ഒരു സിംബലുകളും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ അനുവദിക്കില്ല. അതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി, എന്താണോ നിയമ നടപടി, അടിയന്തരമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ ബാക്കി ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കും. സിൻഡിക്കേറ്റ് ഇപ്പോൾ രജിസ്ട്രാറെ ചുമതലപ്പെടുത്തുന്നു. ഈ ഗവർണർ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. ഇതുവരെ അങ്ങനെയാണ് അറിയിട്ടുള്ളത്. അതെങ്ങനെ, എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗവർണർ. എന്നിരുന്നാലും ഈ നിലയിൽ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും പൊതുവിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി അവസാനിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് നല്ലത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പല വിധത്തിൽ അതിൻ്റെ പല രൂപങ്ങൾ കണ്ടു. പലരും പല സമരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളും പ്രതികരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയും ഇത്തരത്തിലൊരു ചിത്രം വേണമെന്നുള്ള നിർബന്ധം ഒരു പ്രോട്ടോകോൾ പോലെ ഇവർ പിന്തുടർന്നു കൊണ്ടുപോകുന്നത് ശരിയല്ല. അല്ല, അവരെവിടെ പരിപാടി വെക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കാം, അത് വേറെ. പക്ഷെ അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ രീതികൾ ഇതൊരു പൊതുസ്ഥലമാണ്. അപ്പോൾ ആ പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാൾ പങ്കെടുക്കുന്നു, വിദ്യാർത്ഥികൾ കൂടി വിദ്യാർത്ഥികളുടെ കൂടി ഒരു സ്ഥലമാണ് സർവകലാശാല, വിദ്യാർത്ഥികളുടേതാണ്. അപ്പോൾ അവിടെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ള ഒരു ചിഹ്നം ഇങ്ങനൊരു പൊതുസ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഒരു സർവകലാശാല സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിലൊരു നിയമവിരുദ്ധത അല്ലെങ്കിൽ ചട്ടം തീർച്ചയായും ഉണ്ട്. യൂണിവേഴ്സിറ്റി ഇതിൽ ഇടപെട്ട് ഇതിന് പാടില്ല എന്ന് പറയേണ്ടതല്ലേ? അത് പറയാത്തത് തെറ്റല്ലേ? ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആൾ ഒന്നാം തരം സംഖ്യയായ പിന്നെന്ത് ചെയ്യും? മോഹൻ കുന്നുമൽ എന്ന് പറഞ്ഞ മാന്യൻ ഇതൊക്കെ അനുവദിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സർവകലാശാലകളിൽ ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ ടേബിളിലൊക്കെ ഇരിക്കുന്ന ഫയല് കോൾ ചെയ്യാണ് VC സ്വന്തം അധികാരം. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഉയർത്തും ഗവർണർ എത്തിയാൽ. ഇത്തരത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രം, അതും കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രമായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത്.